വിദ്യാർത്ഥികളുടെ ക്വിസ് മത്സരത്തിൽ സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യം എയുമാരോട് റിപ്പോർട്ട് തേടി. വി.ഡി. സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യം വിദ്യാർത്ഥികളുടെ ക്വിസ് മത്സരത്തിൽ ഉൾപ്പെട്ടതിൽ പരിശോധന. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എയുമാരോട് റിപ്പോർട്ട് തേടി. ബ്രിട്ടീഷുകാരിൽ നിന്നും ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യസമര സേനാനി ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി നൽകിയത് സവർക്കറുടെ പേരായിരുന്നു. സംഭവത്തിൽ പരാതിയുമായി MSF രംഗത്തെത്തി. ഡി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. കമ്മ്യൂണിസ്റ്റ് നേതാവ് A.K. ഗോപാലൻ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഇന്ത്യൻ കോഫി ഹൌസുകളെ പഴയ പ്രൗഢിയിലെത്തിക്കാൻ UDF. പരിചിത വിഭവങ്ങളുമായി തലപ്പാവണിഞ്ഞ ജീവനക്കാർ ഇനി തീൻമേശയ്ക്കരികിലെത്തുന്നത് പ്രതിസന്ധിയുടെ ക്ഷീണമകന്നായിരിക്കും. തൃശൂർ ആസ്ഥാനമായ ഇന്ത്യ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 11 വർഷമായി ജീവനക്കാരെ നിയമിക്കാനാവാതെ 13 കോഫി ഹൌസുകൾ പൂട്ടിയിരുന്നു. ജീവനക്കാരെ നിയമിക്കാൻ UDF സർക്കാർ അനുമതി നൽകി. പൂട്ടിപ്പോയവ അടക്കമുള്ള കോഫി ഹൌസുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കും. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലാണ് നിയമനം. ശബരിമല നെയ്യ് 3465 ലിറ്ററിൽ അന്വേഷണം വാഹന കരാറുകാരിലേക്ക്. ശബരിമലയിൽ കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് മിൽമയിൽ നിന്ന് വാങ്ങിയ നെയ്യിൽ നിന്ന് 3465 ലിറ്റർ വാഹന കരാറുകാരൻ വാങ്ങിക്കൊണ്ടുപോയെന്ന സൂചനയിലേക്കും SITയുടെ അന്വേഷണം. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണിത്. മിൽമ തിരുവനന്തപുരം പത്തനംതിട്ട ടയറുകളിൽ നിന്ന് പമ്പയിലേക്ക് നെയ്യെത്തിക്കാൻ കരാറെടുത്തയാളിലേക്കാണ് സംശയമുന നീളുന്നത്. 1,65,000 ലിറ്റർ നെയ്യാണ് ദേവസ്വം ബോർഡ് വാങ്ങാൻ തീരുമാനിച്ചത്. ഇത്രയും നെയ്യ് മിൽമയിൽ നിന്ന് കയറ്റിപ്പോയെന്ന വിവരം വിജിലൻസിന് കിട്ടിയിരുന്നു. എന്നാൽ 1,61,535 ലിറ്റർ നെയ്യാണ് വന്നതെന്നാണ് ദേവസ്വം ലെഡ്ജറിൽ ചേർത്തിരിക്കുന്നത്. 3,465 ലിറ്റർ കുറവ്. ഇത് ലിറ്ററിന് 538 രൂപ നിരക്കിൽ ലോറി കരാറുകാരൻ വാങ്ങിയെന്നാണ് വിജിലൻസ് സംശയിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ്. പയ്യന്നൂർ തഹസീൽദാർക്ക് സസ്പെൻഷൻ. കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച റെപ്പലിംഗ് ഇൻസ്ട്രക്ടർ R. രാജേഷിന്റെ ഭൗതികദേഹത്തോട് അനാദരവ് കാണിച്ച സംഭവത്തിൽ നടപടി. പയ്യന്നൂർ തഹസീൽദാർ പോൾ KP-യെ സസ്പെൻഡ് ചെയ്യാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ച് കണ്ണൂർ ജില്ലാ കളക്ടർ കൈമാറിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ മന്ത്രിയുടെ നടപടി. എംബാം ചെയ്യാതെയും മതിയായ ഫ്രീസർ സൗകര്യമില്ലാതെയുമാണ് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. ആംബുലൻസ് ഡ്രൈവർമാരായ മുഹമ്മദ് നിയാസും മുഹമ്മദ് തൻവീറുമാണ് അനാസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ദേശീയപാതയോര നിർമ്മാണത്തിന് കടുത്ത നിയന്ത്രണം. ദേശീയപാതയുടെ നടുക്ക് നിന്ന് 40 മീറ്ററിനുള്ളിൽ വീടുകൾക്കും 75 മീറ്ററിനുള്ളിൽ കച്ചവട സ്ഥാപനങ്ങൾക്കും അനുമതി നൽകരുതെന്ന സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സംസ്ഥാനത്തെ ദേശീയപാതകളുടെ വീതി 45 മീറ്റർ മാത്രമായതിനാൽ ഉത്തരവ് നടപ്പായാൽ ഹൈവേ ഓരത്തെ നിർമ്മാണങ്ങൾക്ക് വലിയ നിയന്ത്രണം നേരിടേണ്ടി വരും. കേരളത്തിൽ നിലവിൽ ദേശീയപാതയിൽ നിന്ന് 7 മീറ്റർ മാറിയാണ് നിർമ്മാണ അനുമതി നൽകുന്നത്. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് അക്സസ് പെർമിറ്റും ആവശ്യമാണ്. എന്നാൽ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം ദേശീയപാതയുടെ മധ്യഭാഗത്ത് നിന്ന് 40 മീറ്റർ പരിധിക്കുള്ളിൽ വീടുകൾ നിർമ്മിക്കാൻ അനുമതി നൽകാൻ കഴിയില്ല. കച്ചവട സ്ഥാപനങ്ങൾക്ക് 75 മീറ്റർ പരിധിയാണ് ബാധകമാകുക. പുതിയ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകുന്നതിനും നിലവിലുള്ള ലൈസൻസ് പുതുക്കുന്നതിനും ഈ നിയന്ത്രണം ബാധകമാകും.